ഹലോ, ഹോം സ്റ്റൈൽ ലൈഫിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വീട് 5 സെൻറ്റ് സ്ഥലത്ത് 4 ബെഡ്റൂമോട് കൂടി 2000 സ്ക്വയർ ഫീറ്റിൽ പണിതീർത്ത ഒരു വീടാണ്. ഈ വീട് കോൺട്രാക്റ്റ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ബ്രില്യൻ ഡെവലപ്പേഴ്സിൻ്റെയാണ്. അപ്പോൾ ബ്രില്യൻ ഡെവലപ്പേഴ്സിൻ്റെ സാരഥി ശ്രീ സാബിർ നമ്മളോടൊപ്പം ഉണ്ട്. അത് നമ്മൾ ഗേറ്റിൽ നിന്ന് തുടങ്ങല്ലേ? അതെ. എന്താണ് മെറ്റീരിയൽ? HPL ഷീറ്റ്. HPL ഷീറ്റ്, സ്ക്വയർ റോഡ്, MS ട്യൂബും HPL ഷീറ്റ്, അതിൻ്റെ ഒപ്പം തന്നെ CNC ലേസർ CNC കട്ടിങ്. സിമ്പിൾ പരിപാടി, സിംഗപ്പൂർ വളരെ സിമ്പിളാണ്. CNC കട്ടിങ്, സ്ക്വയർ ട്യൂബ്, HPL ഷീറ്റ്. ഗേറ്റിൻ്റെ പണി തീർന്നു കഴിഞ്ഞു. താഴെ ബാംഗ്ലൂരാണോ? ബാംഗ്ലൂർ സ്റ്റോൺ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫിറ്റ് ചെയ്ത്. ബാംഗ്ലൂർ സ്റ്റോൺ ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ലേ? നാച്ചുറൽ ഗ്രാസും ആർട്ടിഫിഷ്യൽ ഗ്രാസും തമ്മിൽ ഇപ്പോൾ എന്താണ് നമ്മൾ നേരിടുന്നൊരു പ്രതിസന്ധി? നാച്ചുറൽ ഗ്രാസ് ആണെങ്കിൽ നമ്മൾ എന്തായാലും നാച്ചുറൽ ഗ്രാസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വെഹിക്കിൾ കയറി ഇറങ്ങുമ്പോൾ അത് ഡാമേജ് സംഭവിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ. നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു കാലാവധി എത്ര നാളായിരിക്കും? ലൈക്ക് എത്ര വർഷം കൂടെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നല്ല ഗ്രാസുകൾ എടുക്കാൻ ഒരു 5 കൊല്ലം 6 കൊല്ലം സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലായിട്ട് തന്നെ നമുക്കൊരു കിണർ കാണാം. കിണറിനെ ഗ്രില്ലൊക്കെ ഇട്ട് സംരക്ഷിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിണറിൻ്റെ ഒരു ഏരിയ സ്ലാബ് ഇട്ടിട്ട് കവർ ചെയ്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, വലിയ കിണറാണ്. പിന്നെ സ്ഥാനം പറഞ്ഞിട്ടുള്ളത് ഈ മൂലയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ വലിയ കിണറായിരുന്നു. അത് സ്ലാബ് വെച്ച് മൂടിയിട്ട് അത് മുറ്റത്തിന് വേണ്ടിയിട്ട് ചേർത്തെടുത്തിരിക്കുകയാണ്. സേഫ്റ്റിക്ക് വേണ്ടി നമ്മളൊരു ഗ്രില്ലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് കുറച്ച് ഗാർഡനിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ ഒരു വേറെ പ്രത്യേകത എനിക്ക് തോന്നിയത് 2 സൈഡും റോഡാണ്. അതെ, 2 സൈഡ്. ആകെ 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഒരു വലിയൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. പ്ലാൻ എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ടൈമിൽ 2 സൈഡ് റോഡായതിൻ്റെ പേരിലുള്ള ഇതുണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്ത് ഇങ്ങോട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ ലീഗൽ സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മീറ്റർ ഫ്രണ്ടിൽ 3 മീറ്റർ ഫ്രണ്ടിൽ 3 മീറ്ററും സൈഡിൽ നിന്ന് 2 മീറ്ററും നമ്മൾ ഗ്യാപ്പ് ഇടണം. അപ്പോൾ ആകെ 5 സെൻറ്റ് സ്ഥലം, അതിൽ ഫ്രണ്ട് സൈഡ് 3 മീറ്ററും സൈഡിൽ നിന്ന് 2 മീറ്ററും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഏരിയ വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരു പ്ലാൻ വരച്ച് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കുറച്ചൊരു ടഫായിട്ടുള്ള ടാസ്ക്കാണ് അല്ലേ? അതെ അതെ. അപ്പോൾ അത് ഈ വീട്ടിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ വടക്ക് വശത്ത് എന്ന് പറയുമ്പോൾ കല്ലുകളൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് അറ്റത്തായിട്ടൊരു ബുദ്ധനെ അതെ ഇത് ചെയ്തിട്ടുണ്ട്. ഒരു വാട്ടർഫോളും മിനി വാട്ടർഫോളും സെറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ടർഫോൾ ഉണ്ട്, ബുദ്ധൻ്റെ പുറകിൽ വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ ഇത് എന്താണ്, വെറുതെ ഒരു ഈവനിങ്ങിലൊക്കെ ഇരിക്കാൻ പറ്റും? അതെ, ഒരു കോട്ടിയാട് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. മുകളിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. സൈഡിൽ ഇത് ഓടാണോ? ഇത് അതെ, ക്ലേ ബ്രിക്കാണ്. അപ്പോൾ ഇത് ക്ലേയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്, ക്ലേ ബ്രിക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് സ്ക്വയർ ട്യൂബുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ ഭാഗങ്ങൾ വിട്ടുങ്ങായിട്ട് CNC. പിന്നെ ഈ ഭാഗത്ത് ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ സേഫ്റ്റിക്കായിട്ട് നമ്മൾ ഗ്ലാസ് ആകുമ്പോൾ സേഫ്റ്റി പർപ്പസിനായിട്ട് ഇവിടെ ഒരു ഡോറും കൂടി ഓപ്പൺ ടൈപ്പ് ഒരു ഗ്രില്ലും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് സേഫ്റ്റി പർപ്പസിന് വേണ്ടി. അപ്പോൾ നമുക്ക് വേറെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇനി ഞങ്ങളുടെ ഗ്ലാസും പൊട്ടിച്ചാരെങ്കിലും വരുമെന്നുള്ള പേടിയൊന്നും ഇല്ലിക്കാനുണ്ട് ആവശ്യമില്ല. സിറ്റ് ഔട്ടിൽ കയറുന്നതിന് മുമ്പ് ഇവിടെ ഞാൻ നല്ലൊരു ക്ലാഡിങ് സ്റ്റോൺസ് കാണുന്നുണ്ടല്ലോ അല്ലേ? ക്ലാഡിങ് സ്റ്റോൺ ആണ്. ഈ ഭിത്തി മൊത്തം ക്ലാഡിങ് സ്റ്റോൺ വെച്ചേക്കാണ്. പിന്നെ താഴെ ഒരു ചെറിയ ഗാർഡൻ, ഒരു വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പോർച്ച് എന്തിലാണ്? GI തന്നെയാണോ ചെയ്തേക്കുന്നത്? GI ചെയ്തേക്കാണ്. എന്നിട്ട് പിന്നെ ഇതിന്റെ താഴെ സീലിംഗ് ചെയ്തിട്ടുണ്ടല്ലോ? സീലിംഗ് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. ടൈൽ ഏതാണ്? ടൈല് കജാരിയുടെ തന്നെ. കജാരിയുടെ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇവിടെ മറ്റേ എന്താ പറയുക, ലപ്പോത്രയൊക്കെ വെച്ച് അങ്ങനെയുള്ള ഡിസൈൻ. ഇത് സെയിം കളർ ആകുമ്പോൾ കിട്ടുന്ന കാരണം, ഫുൾ ബോഡി കിട്ടുന്ന കാരണം ആ രീതിയിൽ തന്നെ. പിന്നെ വേറൊരു വൈറ്റ് പാറ്റേൺ വേണമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ നമ്മളൊരു ചെറിയ റമദൽ വിത്ത്, ഇത് ഷൂറാക്കല്ലേ? ഷൂറാക്കാണ്. ഷൂറാക്ക് ഒന്ന് ഇരിക്കാവുന്ന സ്പേസ് ഇതിലാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ചെയറും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചെയർ സപ്പോസ് സെറ്റ്. വിൻഡോ എങ്ങനെയാണ്? സ്റ്റീലാണോ? ഇല്ല, മഹാഗണി. എല്ലാവരും വുഡ് തന്നെയാണ്. വുഡാണ്, കംപ്ലീറ്റ് വീട്ടിൽ വുഡാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഡോറും വുഡായിരിക്കും. അപ്പോൾ അകത്തേക്ക് കയറിയല്ലോ. വീട്ടുകാരൻ ചേട്ടനുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ലിവിങ് റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡോറൊന്ന് ക്ലോസ് ചെയ്തേക്കാം. വുഡ് തന്നെയല്ലേ ഇത്? കംപ്ലീറ്റ് വുഡാണ്. ശരി. നല്ല കിടിലൻ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ. സേഫ്റ്റി ലോക്ക്. നൈസ്.
പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സോഫയുണ്ട്. സോഫ ഒരു ഗ്രീൻ കളർ അത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്തതാണ്. കസ്റ്റമൈസ് ചെയ്തിരിക്കുക. ആരാ ചെയ്തത്? ഇവിടെ അടുത്തുനിന്ന് തന്നെ നിങ്ങൾ പാറ്റേൺ പറഞ്ഞു കൊടുത്തു. പാറ്റേൺ പറഞ്ഞു കൊടുത്തു. ബ്ലൈൻഡ്സ് വേറെ ടൈപ്പാന്ന് തോന്നുന്നു. ക്ലോത്തോ? ക്ലോത്തിൻ്റെ തന്നെ. പിന്നെ ഒരു ടീപ്പോയി. ഇത് കസ്റ്റമൈസ്ഡ് ആണോ? ഇത് കസ്റ്റമൈസ്ഡ് ആണ്. നാനോ വൈറ്റ്. ഇവിടെ ബാലൻസ് വന്ന ബാലൻസ് വന്നതിൻ്റെ അടുത്ത് ഇതിലേക്ക് അങ്ങോട്ട് കയറ്റി പരിപാടി പിടിച്ചു. അടിപൊളി, നൈസ്. പിന്നെ നമ്മൾ TV യൂണിറ്റ് ഏതാ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്? പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ്സ്. ഒരു കണ്ടിന്യൂഷൻ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൂജാ റൂമും പൂജാ സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അതെ, ഓക്കെ. ആ ഒരു യൂണിറ്റിന്റെ കണ്ടിന്യൂഷൻ ഇവിടേക്ക് വന്നിട്ടാണ് ഇതിലേക്ക് പൂജ റൂം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ഫിക്സ്ഡ് ആണോ? ഇത് പാർട്ടീഷൻ? അതെ, ഫിക്സ്ഡ് ആണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ എൻ്റർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യം തന്നെ ലിവിങ് കഴിഞ്ഞ് പൂജ, പിന്നെ നമ്മൾ കാണുന്ന നേരെ ഒരു ഓപ്പൺ കിച്ചൺ ആണ്. കിച്ചണിലേക്ക് നമുക്ക് പിന്നെ വരാം. സാബര, ഇത് എന്താ റൂഫിംഗ് എന്താ ചെയ്തിരിക്കുന്നത്? ജിപ്സം സീലിംഗ്. ജിപ്സം സീലിംഗ് പ്രൊഫൈൽ ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. BLDC ഫാനും എല്ലാം ഒരു വൈറ്റ് കളർ അങ്ങോട്ട് പിടിച്ചു. വൈറ്റ് പാറ്റേൺ. അടിപൊളി. നമ്മുടെ കൂടെ ഈ വീടിൻ്റെ വീട്ടുകാരായിട്ടുള്ള ബിനീഷ് ചേട്ടനും ഷിജിനി ചേച്ചിയുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ സാധാരണ വരുന്ന വീടുകളിലെ ഈ പോണ്ട് എന്ന് ഉള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിലും ഇത്തരം വെള്ളം നിറച്ച് മീനൊക്കെ ഇടുന്ന ഒരു സെറ്റപ്പ് ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് നോക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല? ബുദ്ധിമുട്ട് തോന്നില്ല. നമുക്ക് ഇതിന്റെ അനക്കൊക്കെ കേൾക്കുമ്പോ നല്ല രാത്രി കഴിഞ്ഞാൽ നല്ല ബഹളാണ്, ചാട്ടം ഒക്കെ. അതൊക്കെ നമ്മളിങ്ങനെ ആസ്വദിക്കുക. വീക്കിലി നമ്മള് ക്ലീൻ ചെയ്യും. പിന്നെ അതിന്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യും. ഫുഡ് 2 നേരം കൊടുക്കും. 2 നേരമാണ് ഫുഡ് കൊടുക്കുന്നത്? എന്താ കൊടുക്കുക ഇവർക്ക്? എനിക്കറിയില്ല. ഫുഡ് ഗ്രാനുൾസ് ആണ്. അപ്പൊ ഇതിന്റെ അളവ് എങ്ങനെയാ? ഒരു മീൻ ഇത്ര അതിന്റെ കണക്കുണ്ടോ സയന്റിഫിക് ആയിട്ട്? നമ്മള് ഇവർക്ക് തോന്നുന്നൊരു കണക്കിൽ കൊടുക്കും. ഓക്കെ. അപ്പൊ ഇതില് ഏതൊക്കെ തരം മീനാണല്ലേ? കോഴിക്കാർപ്പാണ്, അത് മാത്രമേ ഉള്ളൂ. ഒരു സക്കറും മൂലയിൽ പോകും. ഓക്കെ ഓക്കെ. നമ്മളെയൊക്കെ കണ്ട് പേടിച്ചിട്ടാണ് അവർ മൂലയിൽ ഒതുങ്ങിയിരിക്കുന്നത്. ഇവര് വന്നു കഴിഞ്ഞാൽ അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. വീടിന്റെ ഉള്ളിൽ കിടക്കുക, മീനെ നോക്കുക, അതാണ് അവരെ എൻജോയ്. നമ്മൾ വിചാരിച്ചത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലാന്ന്, പക്ഷെ പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളത് ഫിൽറ്റർ അടിക്കുമെന്ന് പണി മുടക്കും. അതാണ് ഒരു പ്രശ്നം. അത് മാത്രമേ പ്രശ്നമുള്ളൂ. സത്യത്തിൽ ഈ വീട് വർക്ക് തീർന്ന് 2 വർഷമായി. പക്ഷേ ഇത് ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്കത് ഒരിക്കൽ പോലും ഇത് 2 വർഷം പഴയൊരു വീടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു പോലുമില്ലേ. നമ്മൾ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മുടെ കണ്ണു പതിയുന്നത് ഈ സ്റ്റെപ്പിലേക്കാണ്. ഇതിൻ്റെ ഡിസൈനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞേ. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ കയറി വരുമ്പോൾ ഡയറക്റ്റ് കാണുന്നതാണ് സ്റ്റെപ്പ്. അപ്പോൾ ഒരിക്കലും ആഗ്രഹം ഉണ്ടായിരുന്നത് നല്ല ഓപ്പൺ ആയിട്ടുള്ളൊരു ഫീല് വേണം എന്നുള്ള. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന മാർഗം ഫാബ്രിക്കേറ്റ് ചെയ്ത് അതുമ്പോൾ വുഡിൻ്റെ ഒരു ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് വുഡാണോ ഇതിന്റെ? ഈ ബേസിൽ വരുന്നത് വുഡ് തന്നെയാണോ? ഇല്ല, ബേസ് വരുന്നത് ഐ സെക്ഷൻ. അതിനെ കവർ ചെയ്ത് MS-ന്റെ മൈൽഡ് സ്റ്റീൽ ഐ സെക്ഷൻ. ഇത് വുഡല്ലേ? ഇല്ലല്ല, ഹാൻഡ് റെയിൽ സ്ക്വയർ ട്യൂബാണ് ചെയ്തിട്ടുള്ളത്. അതിലൊരു വുഡിന്റെ കളർ. അതുപോലെ തന്നെ SS-ന്റെ റോപ്പാണ് ഇവിടെ ഹാൻഡ് റെയിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി നിന്നൊക്കെ വരുമ്പോഴേ എന്തെങ്കിലും സേഫ്റ്റി ആസ്പെക്ട് ഇതിൽ അവർ പ്രൊജക്ട് ചെയ്യാറുണ്ട്? ഇല്ല, ഇത് അങ്ങോട്ട് മറിയുന്നതല്ല. മെറ്റീരിയൽ വെച്ച് തന്നെ നല്ല സെക്യൂർ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പിടിച്ചു കയറാനാണ് ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ ട്യൂബ് സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ പിന്നെന്താ ഇത് യൂസ് ചെയ്തിരിക്കുന്നുണ്ട്? ടെക്സ്ചർ വർക്ക്. അല്ലല്ല, ടെക്സ്ചർ വർക്ക്. അപ്പോൾ അടുത്ത് നമ്മൾ ഇവിടുത്തെ അടുക്കളയാണ് കാണാൻ പോകുന്നത്. ഇത് നമ്മുടെ ലിവിങ് ഏരിയയോട് കണക്ട് ചെയ്തിട്ട് ഒരു സെപ്പറേഷൻ കൊടുത്തതിന് ശേഷം നേരെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഒരു ഓപ്പൺ കിച്ചണിലേക്കാണ്. വളരെ ചെറിയൊരു ഷോ കിച്ചൺ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സത്യം പറയും, ഇവിടെ വല്ലതും പാചകം ചെയ്യാറുണ്ടോ ഇല്ലയോ? പാചകം ചെയ്യുന്ന വിശേഷ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യും. ഞാനും അമ്മയും മാത്രമേ ഉണ്ടാവുക. ആളുകൾ കൂടുമ്പോൾ ദോശ ഉണ്ടാക്കുക, അങ്ങനെയുള്ള പായസം വെക്കും. മെയിനായിട്ട് പായസമാണ് വെക്കുന്നത്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ നോൺ വെക്കാറില്ല. ഇത് ഇവിടെ അടുത്തുള്ളത് കൊണ്ട് നോൺ വെജ് വെക്കില്ല. പക്ഷെ ബാക്കിയുള്ള ചെറിയ പായസം, പാല് തിളപ്പിക്കല്, അങ്ങനെയൊക്കെ, ചായ വെക്കല്, ദോശ ഉണ്ടാക്കല്, അങ്ങനെയൊക്കെ ഡെയിലും ചെയ്യില്ല. സത്യത്തിൽ ഈ ഷോ കിച്ചന്റെ പർപ്പസ് തന്നെ ഷോ എന്നുള്ളതാണ് അല്ലെ? ഒരു ഇന്റീരിയറിന് ഒരു ബ്യൂട്ടി കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ. എന്നാലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു ടാൻഡം ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കബോർഡ്സൊക്കെ ഇതിൽ അകത്ത് സ്റ്റോറേജ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്ത് മെറ്റീരിയൽ എന്താണ്? ഇത് അക്രിലിക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പ്ലൈവുഡ്. ഇത് നാനോ വൈറ്റ് അല്ലാന്ന് തോന്നുന്നു. അല്ല, അത് സിംബോളന്റെ കിച്ചൺ ടോപ്പ് എന്ന് പറയണ
ഒരു അതായത് കിച്ചണിലേക്ക് വേണ്ടിയിട്ട് അവര് സ്പെഷ്യൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഒരു എന്താ പറയാ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈറ്റിംഗ് അല്ലേ, 2 ചെയറും. ഇവിടെ എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല. അപ്പൊ ഇതുള്ളൂ. പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ അല്ലേ. ഇത് ഓൺലൈൻ വാങ്ങിയതാ. ഏതാ? ഇത് ഓൺലൈൻ വാങ്ങിയതാണ്. ഓക്കെ. പക്ഷെ ഇത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ മറ്റേ ഫ്രണ്ടിൽ യൂസ് ചെയ്ത പോലെ ബ്ലൈൻഡ്സ് അല്ല, വേറെ ബ്ലൈൻഡ്സ് ആണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഓപ്പൺ കിച്ചണിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇത് കസ്റ്റമൈസ്ഡ് ആണോ? അതെ. ടോപ്പിൽ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? നാനോ വൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ താഴെയുള്ള വുഡൊക്കെ അവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് പിന്നെ നമ്മള് സ്ലാബ് വാങ്ങിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ചെയറും വുഡ് തന്നെയാണ് അല്ലേ? ഏത് വുഡാണ്? ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഒരു വാളിലൊരു ക്ലോക്കും എല്ലാം ചെയ്തിട്ട്, പിന്നെ ഇവിടുന്ന് നമ്മൾ ഈ ഡൈനിങ് ഏരിയയോട് തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഏത് ടൈലാണ്? കജാരിയുടെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേ കിച്ചൺ ടോപ്പിൻ്റെ അതേ മെറ്റീരിയലാണത് അല്ലേ? കിച്ചൺ ടോപ്പിൻ്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ സിംബോളൻ്റെ ഒരു വാഷ് ബേസിൻ, ഒരു ഗ്ലാസ്, ഒരു ലൈറ്റ്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് വാഷ് ബേസിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് സ്പേസും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീലിങ്ങിലേക്ക് പോകുമ്പോൾ ജിപ്സം സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സീലിംഗ് ഫാൻ കൊടുത്തിട്ടില്ല, പകരം നമ്മൾ സൈഡിലൊരു വേറെ ഫാൻ വാളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത് അല്ലേ. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ എന്തൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ക്ലീനിങ് ഐറ്റംസ് നമ്മൾ ഇവിടെ തന്നെയാണ് വെക്കുന്നത്. പിന്നെ ഫ്രിഡ്ജ് അതിനുള്ളൊരു സ്പേസ് അത് ചെയ്തിട്ടുണ്ട്. ഇത് അലൂമിനിയത്തിലല്ലേ ഇതിന്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്? ഇതിന്റെ കിച്ചൺ കബോർഡ് വർക്ക് എല്ലാം തന്നെ അലൂമിനിയം വിത്ത് അലൂമിനിയം ഫ്രെയിംസും പിന്നെ ഏതാണ് മൈക്കയിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. പിന്നെ ഇതില് ബ്ലാക്ക് കളറിലുള്ള പൊതുവെ ഗാലക്സി ഗ്രാനൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ സെക്കൻഡ് കിച്ചൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ഒരുപാട് കംപ്ലീറ്റ് കബോർഡ് വർക്കിൽ ചെയ്തിട്ടുള്ള ഒരു കിച്ചണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു അല്ലേ. ശരിക്കും ഇത് ഓടിക്കളിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് കുക്കിംഗ് നടക്കുന്നത് ഇവിടെ തന്നെ ചെയ്യുന്നത്. വർക്ക് ഏരിയക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് സ്പേസ് ഇല്ലായിരുന്നു. ഓക്കെ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ല, ഒരു ആ സൈഡിൽ റോഡുള്ളത് കൊണ്ട് ഒരു 2 മീറ്റർ ഇപ്പുറത്തേക്ക് പ്ലേസ് ചെയ്തിട്ടാണ് ഈ സൈഡിലേക്കാണ് നമുക്ക് പരമാവധി വീട് ചേർന്ന് നിൽക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് അവിടെ സ്പേസ് കുറഞ്ഞത്. അപ്പോൾ വർക്ക് ഏരിയയുടെ പർപ്പസ് കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവർ ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് അങ്ങനെ പോകേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല അല്ലേ. ഈ ബാക്ക് സൈഡ് കബോർഡ് ശരിക്കും കയ്യെത്തുമോ അതിലേക്ക്? ഇല്ല, നമ്മളത് കിച്ചന്റെ മറ്റേ ഫുഡ് പോകുന്നതിന്റെ പൈപ്പ് മനസ്സിലായി. ഇതെന്തിനും സാധാരണ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ കിച്ചണിൽ ഇതുപോലെ ഒരു വർക്ക്. ഇത് ടൈലാണോ? അതെ, കിച്ചന്റെ ഉള്ളില് വാൾ ടൈൽ ഒട്ടിച്ച്, അതെന്താണ് അതിന്റെ പുറകിലുള്ള രഹസ്യം? കിച്ചന്റെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്താണ്. ജോൺസന്റെ ടൈലാണ്. ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു വളരെ ചെയ്താണല്ലേ. ഓക്കെ, നൈസ്. നമുക്ക് ബെഡ്റൂംസ് ഒന്നാണ്. മൊത്തം എത്ര ബെഡ്റൂംസ് ഉള്ളു? നമുക്ക് 4 ബെഡ്റൂംസ് ഉണ്ട്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ. ഇതില് കട്ടിൽ എനിക്ക് തോന്നുന്നു ഇത് ക്യൂൺ സൈസ് ആണ്. എല്ലാം കസ്റ്റമൈസ് ചെയ്താണ്. ക്യൂൺ സൈസ് പറഞ്ഞു വെച്ചാണോ? പൊതുവെ കിങ് സൈസ് ആണ് ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. ഇല്ല, നമുക്ക് ക്യൂൺ സൈസ് മതി നമുക്കൊരു. പിന്നെ റൂമിന്റെ സ്പേസ് അത്ര കൂടി കളയണ്ടല്ലോ. കിങ് സൈസ് വരുമ്പോൾ കുറച്ചും കൂടി ഒരു അടിയും കൂടി നമുക്കത് പോകില്ല. ഇതെന്ത് സംഭവം? വാൾപേപ്പർ ഒട്ടിച്ചിരിക്കണം. ഓക്കെ, നൈസ്. ഇവിടെ വേറൊരു തരം പ്രത്യേകതരം ഒരു ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ള ഒരു ലൈറ്റ് ഉണ്ട്. പിന്നെ ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. പക്ഷെ ഈ സൈഡിലും മുഴുവൻ നല്ല ഒരു സ്റ്റഡി ടേബിൾ വിത്ത് കബോർഡ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലോഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലൊക്കെ അത്യാവശ്യം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. ഇതിനോട് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ
ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ്റൂം ഏരിയ. ഇതേതാ WPC ആണോ എന്താ സംഭവം? അല്ല, ഇത് പ്ലൈവുഡില് മൈക്ക. പ്ലൈവുഡ് ലാമിനേറ്റ് മൈക്ക. വുഡൻ്റെ ടെക്സ്ചർ കൊടുത്തിട്ട് അല്ലേ. നമ്മൾ ലിവിംഗ് റൂമിൽ ഉപയോഗിച്ച ടൈപ്പ് ബ്ലൈൻഡ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ബെഡ്റൂം നോക്കിയാലോ. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അല്ലേ. അമ്മയുടെ റൂമാണ്. ഓക്കെ, ഈ ഇത് മാസ്റ്റർ ബെഡ്റൂം ഇത്ര സൈസ് ഉണ്ടോ അത് കുറവാണോ? അത് എല്ലാ ബെഡ്റൂമും ഒരേ സൈസിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഡിസൈൻ പാറ്റേൺ മാത്രം മാറിയിട്ടുണ്ട് അല്ലേ. ഇപ്പൊ ഇവിടെ വാൾപേപ്പർ ഉണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ആ ബെഡ്റൂമിൽ ഇങ്ങനെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇല്ല ഇല്ലേ. അതിന് മുമ്പ് കണ്ടതിൽ അങ്ങനത്തെ ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ടേബിൾ ഉണ്ട്. അതെല്ലാം അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു വാർഡ്റൂമിൽ ചേർന്നിട്ട്. പിന്നെ ഇവിടെ കബോർഡ് സെറ്റിംഗ് ഇവിടെയാണ് വന്നിരിക്കുന്നത് ലോഫ്റ്റോട് കൂടിയിട്ട്. ഇതിലൊരു നമ്മളൊരു കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ബെഡ്റൂമിലത്തെ പോലെയല്ല, ഇവിടെ ഒരു വുഡും പിന്നെ ഒരു വൈറ്റിന്റെ പാറ്റേൺ ആയിട്ടൊന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് വാഷ്റൂമിന്റെ ഒരു എൻട്രൻസ് ഏരിയ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മേലേക്ക് പോവാം. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ കുറേ ഇന്റേണൽ പ്ലാൻസ് വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റെയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗം കോൺക്രീറ്റ് ഉണ്ടോ? അതിങ്ങനെ കയറി വന്നിട്ട് ആ ടോയ്ലറ്റിന്റെ ടോപ്പ് പോർഷൻ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതായത് ഇവിടം വരെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് കോൺക്രീറ്റ് ആണ്. ഓക്കെ, ഇതും ഇതിന്റെ ബോട്ടം പോർഷനും ഇവിടെ നിന്നുള്ളതും കോൺക്രീറ്റ് തന്നെ. ഓക്കെ ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. ബാക്കി മുകളിലേക്ക് പോകുന്ന നമ്മുടെ 3 ഫീറ്റോളം നമ്മൾ കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം സ്ക്വയർ ട്യൂബ്. അപ്പോൾ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വാളിലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന അതേ ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതേ ടെക്സ്ചർ മുകളിൽ കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ സീലിങ്ങിലേക്ക് നോക്കുമ്പോൾ ഈ ലൈറ്റിന്റെ കൂടെ തന്നെ ഫർഗോളയുണ്ട്. അപ്പോൾ നമുക്ക് പകല് ആ വെളിച്ചം, രാത്രി ഈ വെളിച്ചം. വെരി നൈസ്. പ്ലെയിൻ സീലിംഗിൽ പക്ഷേ പ്രൊഫൈൽ ലൈറ്റ് അങ്ങോട്ട് തകർത്തേക്കാണ്. ഒരു മടിയും വിചാരിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജെ ട്യൂബിൽ നമ്മൾ ചെറിയ പ്ലൈവുഡ് പീസുകൾ വെച്ചിരിക്കുക. ഇത് ഇൻവെർട്ടർ അല്ല തോന്നുന്നു. എന്താ സാധനം ഇത്? ആണോ? ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പോഴും? ഓക്കെ, പഴയതാണെന്ന് തോന്നുന്നു. ഒരു നൊസ്റ്റാൾജിയ ആയിട്ട് കൊണ്ടു നടക്കണം. ഓക്കെ, വെരി നൈസ്. ആണോ? അപ്പോൾ മുകൾ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ്. ഇതാരുടെയാണ് ഈ റൂം? മോളുടെ റൂമാണ്. ഓക്കെ, മോൾ എന്താ ചെയ്യുന്നത്? എൻട്രൻസ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. നീറ്റിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീറ്റിന്റെ പരീക്ഷ കഴിഞ്ഞു അല്ലേ ഇപ്പോൾ? കഴിഞ്ഞ മാസം. അപ്പോൾ റിസൾട്ട് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഭാവി ഡോക്ടറാണ്. എന്തായാലും കിട്ടട്ടെ എന്ന് ഈ ബെഡ്റൂമിൽ ജിപ്സം കൊടുത്തു. ബാക്കിയുള്ള ബെഡ്റൂമിൽ ജിപ്സം ഇല്ല. അപ്പൊ മോളത് ഇതിന്റെ ഈ വാളിലും അങ്ങനെ പിങ്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സത്യത്തിൽ ഈ റൂമിന്റെ ഡിസൈൻ മകളാണ് പ്ലാൻ ചെയ്തത്. ബാക്കി താഴെ ഒന്നും നമ്മൾ റൂഫിങ്ങിൽ ജിപ്സം സീലിംഗ് കണ്ടിരുന്നില്ല. ഞാൻ ആക്ച്വലി ഇത് താഴെ അത് ചോദിക്കാതിരുന്നത്. ഇല്ലാത്ത കാര്യം നമ്മൾ ചോദിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നോക്കിയപ്പോൾ അത് ആ നേരത്തെ ഒബ്സർവ് ചെയ്തു. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഇത് ഇവിടെ ജിപ്സം ചെയ്തിട്ടുണ്ട്. അത് ഒരു കസ്റ്റമറിന്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ക്ലയന്റിന്റെ താല്പര്യങ്ങളാണ് ഏത് വേണമെന്നത്. അപ്പൊ ഇതിന്റെ കളറും മോൾ തന്നെയാണ് ചൂസ്? ഓക്കെ, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഈ കളറിന്? അല്ല, ഈ ഡ്രസ്സും ഏകദേശം അതേ കളറാണ്. അപ്പോൾ ഇവിടെ കബോർഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. നീറ്റ്ലി അറേഞ്ച്ഡ് ആണ്. ആ കുപ്പികൾ എന്താ? അത് എനർജി ഡ്രിങ്ക് ആണ്. ഓക്കെ, അതിലുണ്ടോ? ഇല്ല, അത് വെറുതെ ഓക്കെ. നമുക്ക് എവിടെ? അവിടെയോ? അപ്പൊ ഇപ്പോഴും കിൻഡർ ജോയ് ആണ്. താഴെ പ്ലേ സ്റ്റേഷൻ കണ്ടല്ലോ. ഇപ്പോഴും ഗെയിം ഒക്കെ കളിക്കുന്നു. മകനാണ് ഗെയിം കളിക്കുന്നത്. കിൻഡർ ജോയ് കഴിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കാർട്ടൂണൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഡോക്ടർ ആവാൻ പോകുന്ന ആളെ ഇപ്പോഴും കാർട്ടൂണും കണ്ട് കിൻഡർ ജോയ് ഒക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും കൊള്ളാം.
അപ്പൊ നമ്മള് മോളുടെ ബെഡ്റൂം കണ്ടു, ഇനി നമുക്ക് മോന്റെ ബെഡ്റൂം കാണാം. എന്താ ചെയ്യണേ? ഞാനിപ്പോ തേർഡ് ഇയർ NID, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. കുറച്ച് കഷ്ടപ്പാടല്ലേ അവിടെ കിട്ടാനായിട്ട്? എൻട്രൻസ് എക്സാം ഒക്കെ എഴുതണം. അപ്പോൾ NID-യിലാണ് പഠിക്കുന്നത്. NID-യുടെ എവിടെയാണ്? NID അഹമ്മദാബാദിലാണ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഗുജറാത്തിലാണ്. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആണോ? സെം ബ്രേക്ക് ആണ്. എത്ര സെമ്മാ വരുന്നത് ടോട്ടൽ? അവിടെ 8 സെം ഉണ്ടാവാറുണ്ട്. ഒരു 4 വർഷത്തിന്റെ കോഴ്സ്. ഓക്കെ. ഇപ്പൊ ചെയ്യുന്ന 4 വർഷത്തിന്റെ കോഴ്സ്. എന്താ പേര് കോഴ്സിന്റെ കറക്റ്റ്? ബാച്ചലർ ഓഫ് ഡിസൈൻ. ഇൻഡസ്ട്രിയൽ ഡിസൈനിൽ ഞാൻ ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആണ് ചെയ്യുന്നത്. അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ. ഓക്കെ. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസൈനിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആണ് സ്പെസിഫിക്. ഓക്കെ. ഏതൊക്കെ ഇതിന്റെ ഒരു ജോബ് ലൈക്ക് ഫ്യൂച്ചർ ജോബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്രോഡക്റ്റ് മാനേജർ തൊട്ട് പല അസംബ്ലി അങ്ങനെ ഭയങ്കര ഈ പ്രൊഡക്ഷൻ രീതിയിൽ പോകുന്നതായിട്ടുള്ള പണികളേക്കും ഡിസൈനിങ്ങും പിന്നെ അതിന്റെ മാനുഫാക്ചറിംഗ് വരുന്ന മെയിനായിട്ട് FID-യിൽ കൂടുതലും മാനുഫാക്ചറിംഗിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സെക്ടറാണ്. പിന്നെ കുറെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്റ്റുഡിയോസ് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. പിന്നെ ബാക്കി കുറെ കമ്പനീസ് വരുന്നതനുസരിച്ച് ജോലി കിട്ടും. ഇന്ത്യയിലാണോ അബ്രോഡാണോ ചാൻസ്? രണ്ടിലും കിട്ടും. അത് നല്ല ബ്രോഡായിട്ട് തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത്. അത് കാരണം എക്സ്ചേഞ്ച് ഓപ്പർച്യൂണിറ്റീസും പിന്നെ പുറത്തുനിന്ന് കമ്പനീസ് വരുന്നതും കുറെ സാധാരണ നടക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ബെഡ്റൂം അല്ലേ? ഇത് ഇവിടെ ഒരു ബാൽക്കണിയോട് കൂടിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതില് ഒരു ഗ്രീൻ കളറാണല്ലോ. ഗ്രീൻ പിങ്ക് കളറാണ് കൊണ്ടുവന്നത്. ഓക്കെ, വെരി നൈസ്. ഇതില് ഒരു ഡ്രസ്സിന്റെ ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് സൈഡ് ടേബിൾ ഉള്ളത്. അവിടെ ഒരു ഡ്രസ്സിങ് ടേബിളും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ബെഡ് കസ്റ്റമൈസ്ഡ് അല്ലേ? ഇത് നമ്മള് കസ്റ്റമൈസ് മറ്റേ WPC-യിൽ ചെയ്താണ്. WPC-യിൽ ഈ റൂമിൽ മൊത്തം WPC മെറ്റീരിയൽ ആണ്. അപ്പോൾ നമ്മള് ഭയങ്കര വ്യത്യസ്തമാണ്. അവിടെ നമ്മൾ പ്ലൈവുഡ് യൂസ് ചെയ്തു, ഇവിടെ എത്തുമ്പോൾ WPC-യിലേക്ക് മാറുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി കൂടി ഉണ്ടല്ലേ? സ്ലൈഡിംഗ് വിൻഡോ ആണ്. അൾജീരിയൻ പ്രൊഫൈൽ വെച്ചിട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതിൽ പുറത്തേക്ക് വരാം. ഈവനിങ്സിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു കസേരയൊക്കെ ഇട്ടിട്ട് കട്ടൻ ചായ കുടിച്ച് ഇരിക്കാവുന്ന സെറ്റപ്പാണ് ഉള്ളത്. ഓക്കെ, നൈസ്. ഇവിടെ ഒരു ഇതുണ്ടല്ലോ, ബേ വിൻഡോ. ഞാനൊരു സംശയം ചോദിക്കട്ടെ, മൊത്തം ഗ്ലാസ് ആണല്ലോ, ചൂടുണ്ടാവും? ചൂട് അല്ല, ഈ ഗ്ലാസിന്റെ ഒരു പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടില്ല, എനിക്ക് ടോട്ടലി അറിയില്ല. അപ്പോൾ ചില ആളുകൾ ഭയങ്കര ചൂട് പറയുന്നേക്കാം, ചില ആളുകൾ അങ്ങനെ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സൈഡ് ആയ കാരണം വെയിൽ അവിടേക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മോർണിംഗ് ലൈറ്റ് വരുള്ളൂ. മോർണിംഗ് ലൈറ്റ് അല്ലേ വരും. ഇത് ഈസ്റ്റ് സൈഡ് ഇതായതുകൊണ്ട് മോർണിംഗ് ലൈറ്റ് ആണ് ഇവിടേക്ക് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ടെറസും കൂടി ഉണ്ട് അല്ലേ? ചെറിയ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കി പെൻഡിങ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ നോക്കുമ്പോഴേ ഇപ്പൊ പൊതുവെ ചില ആളുകളൊക്കെ ഒന്നാമത് ഗ്ലാസ് ചൂടിന്റെ വിഷയം പറഞ്ഞു. പക്ഷെ പൊതുവെ ആളുകളെ ഒരു സേഫ്റ്റി ആസ്പെക്റ്റിൽ പറയും നമുക്കൊരു ഗ്രില്ലൊക്കെ ഇട്ട് കഴിഞ്ഞാല് സേഫ് ആയിരിക്കും എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് നമുക്കങ്ങനെ സേഫ്റ്റിയുടെ ഇഷ്യൂസ് ഫീൽ ചെയ്തിട്ടില്ല. ഒന്ന് ടഫനാണിത്. രണ്ട് നമ്മുടെ ഏരിയ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ജനസാന്ദ്രത കൂടുതലാണ്. ചുറ്റിനും വീടാണ്. കള്ളം വന്നു കഴിഞ്ഞാൽ അവൻ എങ്ങനെ രക്ഷപ്പെടുന്ന അവൻ ആലോചിക്കണം. ചുരുളിയിൽ വന്ന പോലെ ഇരിക്കും അവന്റെ അവസ്ഥ. ഈ ആക്ച്വലി അതിലൊന്നും കഥയിലാട്ടോ. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗ്ലാസ് ആയാലും പൊട്ടിക്കാം. ഇപ്പൊ നമ്മൾ പറയണ അയണിന്റെ ഗ്രില്ല് യൂസ് ചെയ്തു, അതൊരു ചെറിയ ഗ്യാസിൽ കട്ടർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഓക്സിജൻ മിക്സിങ് കട്ടിങ് വെച്ചിട്ട് കട്ടിങ് ടോർച്ച് വെച്ച് കട്ട് ചെയ്തും കേരള കള്ളന്മാരെ എങ്ങനെയാലും കയറും. അപ്പൊ പിന്നെ നമ്മള് ഒരുപാട് പേടിച്ചിട്ടൊന്നും കാര്യമില്ല. വെരി ഗുഡ്. ബാൽക്കണിയാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാം. മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ? ശരിക്കും പറഞ്ഞാൽ മഴ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മഴ നമുക്ക് കൊള്ളുകയില്ല. മുകളിലൊരു ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു റൂഫിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലാഡിംഗ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്റേണൽ പ്ലാന്റ്. ഇത് എന്താ, ഇത് ചൈന ഡോളാണ്. അതിന്റെ ഒരു ബോൺസായി ഞാനിങ്ങനെ കൊണ്ടുവന്ന് വെച്ച്. ഇത് എത്ര നാളാകുമ്പോ ഇതാവും? അങ്ങനെ എന്റെ ഇപ്പൊ വന്നിട്ട് 1.5 വർഷമായില്ലേ? ഇപ്പൊ വീട്ടില് ഉണ്ട് 1.5 വർഷം. 1.5 വർഷം ആയിട്ടുണ്ട്. പക്ഷെ ചിലത് ഉണങ്ങി പോകുന്നുണ്ട്. അത് അപ്പൊ ഞാൻ വൈഫിന്റെ അടുത്ത് പറയായിരുന്നു,
അത് ഉണങ്ങിയാലും നമ്മൾ നനച്ചു കൊടുത്ത മറ്റേ കമ്പൊന്നും ഉണങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെയും പൊടിക്കും. അപ്പൊ ഇതിൽ ആക്ച്വലി എത്ര ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട അങ്ങനെ ഉണ്ടോ? ഡെയിലി ഒഴിക്കണോ? ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഡെയിലി ഒഴിക്കും. അല്ലേ? എനിക്ക് തോന്നുന്നു ഡെയിലി ഒഴിക്കണോണ്ടാണ് ഈ ഒരു ഇതെന്ന് തോന്നുന്നു. പക്ഷെ അവള് വാങ്ങി കൊടുത്താലേ അവൾക്ക് പറഞ്ഞു കൊടുത്തേ വീക്കിൽ വെച്ചാൽ മതി എന്നൊക്കെ. ഇന്റീരിയറിൽ വെച്ചാൽ വീട്ടിലെ ഇന്റീരിയറിലാണ്. അതപ്പോ അങ്ങനെ മതി. ഇവിടെ നമുക്ക് വെയില് മോർണിംഗ് ലൈറ്റ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ ചൂടും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഹോം സ്റ്റൈൽ ലൈഫിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ തീരാണ്. വളരെ മനോഹരമായ ഒരു വീടാണ്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 2 വർഷം പഴക്കമുള്ള വീടാണ്. പക്ഷേ അത് ഒട്ടും തോന്നിക്കാത്ത രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ മുമ്പും ഇതുപോലുള്ള വീടുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്, ഒരു വീട് പണിയുക എന്ന് പറയുന്നത് വളരെ നമുക്ക് വേണമെങ്കിൽ പൈസയൊക്കെ ഉണ്ട് നമ്മൾ ഇറക്കി ഇത് ചെയ്യുന്നു. പക്ഷേ അതേ ആ ഒരു പുതുമ മാറാതെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. അത് ഇവർ ഭംഗിയായിട്ട് തന്നെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് ചെയ്യുക. ഹലോ.